ഇവിടെ എന്താണ് ഈ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ചെയ്ത അധ്യാപന ഈ മഹാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ റിബേഷ് അടക്കം സംഘാടകനായി സംഘടിപ്പിച്ച പരിപാടിയിൽ രാജ്യസഭാ എം പി എ റഹീം പറഞ്ഞതുകൂടി ഒന്ന് കേട്ടു നോക്കണം. നേരത്തെ ജിൻഡോ പറഞ്ഞാണെങ്കിലും ഒന്ന് കേൾക്കണം. ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. ഷെൻവി ബാലകൃഷ്ണൻ, അത് മാത്രമാണോ? അന്ന് കെ ടി ജലീൽ പറഞ്ഞത് വടകരയിൽ കണ്ടത് എന്താണ് വന്യമായ ആവേശമെന്നുള്ളതാണ്. ജനാധിപത്യോത്സവത്തെ മതോത്സവമാക്കി മാറ്റിയെന്ന് ജലീൽ പറയുകയാണ്. മതവികാരം ഇളക്കി വിട്ട് കൃത്രിമമായ ആൾക്കൂട്ടമുണ്ടാക്കി അവിടെ ഷാഫിയാണ് ജയിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ വിജയമല്ല, വർഗീയ വിജയമാണെന്ന പ്രചണ്ഡ പ്രചരണം നടത്തിയത് ഇതേ ഇടത് സൈബർ ഗ്രൂപ്പുകളാണ്. എൻ വി ബാലകൃഷ്ണൻ ഇപ്പോഴും കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയാൽ മെയിലിട്ട ആ പോസ്റ്റ് അവിടെ കിടക്കുകയാണ്. എന്താണ് കിടക്കുന്നത്? LDF സ്ഥാനാർത്ഥിയെ കാഫറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെ നാടൊന്നിക്കുന്നു, LDFന്റെ ജനകീയ പ്രതിരോധം മെയ് 6 വടകരയിൽ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ വി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഏഴിൽ ആറ് മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചു ഒരു നാടിനെ മൊത്തം വർഗീയ കൂട്ടമായി ചിത്രീകരിച്ച് ഡെമണൈസ് ചെയ്ത ഇക്കൂട്ടരൊക്കെ ഈ വെളിപ്പെടുത്തൽ പുറത്തു പറയുമ്പോൾ നിരുപാധികം മാപ്പ് പറയണ്ടേ എൻ വി ബാലകൃഷ്ണൻ? ഹാഷ്മി, ഇവരാരെങ്കിലും മാപ്പ് പറയുമെന്ന് നമ്മൾ സങ്കല്പിക്കുന്നതിൽ ഒരു കാര്യമില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു മനസാക്ഷിക്കുത്ത്, അല്ലെങ്കിൽ ഞാൻ രാജ്യത്തെ അത്യാവശ്യം കണ്ണും കാതും ഒക്കെ ഉള്ള മനുഷ്യരോടാണ് സംസാരിക്കുന്നത്, അവർ തങ്ങളെ പറ്റിയൊക്കെ എന്താണ് ചിന്തിക്കുക എന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു വിവേകമെങ്കിലും ഈ ഇതുപോലുള്ള ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടും ഇത്രയൊക്കെ ചെന്നതിന് ശേഷവും അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്തും പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അത്തരമൊരു അവസ്ഥ കേരളം പോലൊരു സംസ്ഥാനത്തുണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ ആണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തെന്നുള്ളതിന് വിവരം നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ആ വിവരം ഉണ്ട്. അതിനു മുമ്പ് റിബേഷ് രാമകൃഷ്ണന് മുമ്പ് ആരെങ്കിലും ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് വരെ വിവരമില്ല. പോലീസ് അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടുണ്ട്, അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ CPM എന്ന് പറയുന്ന നിങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ മാസങ്ങളിലൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഈ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റിബേഷ് രാമകൃഷ്ണൻ എന്ത് ചെയ്യായിരുന്നു? ഇതിൻ്റെ ഒരു അന്വേഷണം നടക്കുന്ന സമയത്തെങ്കിലും DYFIയുടെ ഉത്തരവാദപ്പെട്ട ഒരു ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അന്ന് പറയാലോ അദ്ദേഹത്തിന് ഇതാ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇന്ന് സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അതിന് റിബേഷ് രാമകൃഷ്ണൻ ഇന്നീ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഏറ്റവും അവസാനം പോലീസ് ചോദിക്കുമ്പോൾ രാമകൃഷ്ണൻ പറയുന്നുണ്ടോ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന്? ഈ കണ്ണ് കീറിയ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവില്ലേ ഇത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധനമാണെന്ന്? നിങ്ങൾ നോക്ക്, അതിൻ്റെ ഒരു സീക്വൻസ് നിങ്ങൾ പരിശോധിച്ചാൽ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായി 10 മിനിറ്റ് 15 മിനിറ്റ് വ്യത്യാസത്തിൽ 25-ാം തീയതി രാത്രിയാവുമ്പോഴേക്ക് ഇത് വടകര മണ്ഡലത്തിലാകെ വ്യാപിക്കാൻ ഇടയാക്കുന്ന രൂപത്തിൽ എല്ലാം വന്നിട്ടുള്ളത് എവിടുന്നാണ്? ഈ പറയുന്ന CPMന്റെ പ്രൊഫൈലുകളിൽ നിന്നാണ്. ഈ അസ്കറിനെ പോലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് പറയുന്നതാണ് CPMന് അങ്ങനത്തെ പ്രൊഫൈലില്ല, ഞങ്ങൾ അങ്ങനെ ഇതുപോലുള്ള പോരാളി ഷാജിമാരെയോ അമ്പാടി മുക്ക് സഹാക്കളെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, ഞങ്ങൾ അവരെ തള്ളി പറയുന്നവരാണ്. നിങ്ങൾ നോക്കി, റിബേഷ് രാമകൃഷ്ണനാണ് ഈ പറയുന്ന റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നതാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല. എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും മനസ്സിലാവാത്തവരാണ്. അവർക്കൊരു ധാരണയുമില്ല. അസ്കറിനെ പോലുള്ള ആളുകൾ പറയുന്നതൊക്കെ വെള്ളം കൂട്ടാതെ അങ്ങ് തൊണ്ട തൊടാതെ വിഴുകുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന നിലയിൽ അത് ഒരു ജനതയെ അപമാനിക്കലാണെന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ അസ്ഗർ പറയുന്നത് പോലെ ഞങ്ങളിത് ആദ്യം 2 വോട്ടിന് വേണ്ടി വർഗീയത പ്രചരിപ്പിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞാൽ അസ്ഗറിന്റെ മുമ്പിൽ ഞാനിപ്പോ ഒരു 10ഓ 15ഓ സംഭവങ്ങൾ നിപ്പ് പറഞ്ഞുതരാം. അസ്ഗറിന് നിഷേധിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങൾ? എത്ര കാലമായി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇതുപോലുള്ള നമ്പറുകൾ, ഇതുപോലുള്ള അങ്ങേയറ്റം അപകടകരമായ പ്രചരണങ്ങൾ CPM നടത്തുന്നുണ്ട്?
എത്ര ഉദാഹരണങ്ങൾ വേണം താങ്കൾക്ക്? ഞാൻ നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു തരാം. ഇതാ ഞാനിവിടെ ഏതാണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഏറ്റവും അവസാനം നോക്കൂ നിങ്ങൾ, ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പോലും നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ CP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ തള്ളിപ്പറയൊന്നുമല്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നടത്തുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പൂഞ്ഞാറിൽ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ വന്നിട്ട് അവരൊരു ആഘോഷം നടത്തി. ആ ആഘോഷത്തിന് തുടർച്ചയെന്നോണം അതൊരു പള്ളിയുടെ സ്ഥലമായിരുന്നു. ആ പള്ളിയുടെ സ്ഥലമായിരുന്ന സമയത്ത് അവിടെ ആ പള്ളിയിലച്ഛൻ വന്നു, ഇവിടെ ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. പിള്ളേരെല്ലാം ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ പിന്നെ ബോധപൂർവമാണോ അല്ലോ എന്നറിയില്ല, ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടി വണ്ടിയായിട്ട് പോകുമ്പോൾ പള്ളിയിലച്ഛൻ്റെ കൈക്ക് തട്ടിയപ്പോൾ എന്താണ്, ഇത് ഇസ്ലാമിക ജിഹാദാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ഓൺ ചെയ്യുകയും മുസ്ലിങ്ങളാണ് ഇത്തരം ഒരു പരിപാടി നടത്തിയത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതല്ലേ. അതുപോലെ തന്നെ മറ്റെന്തൊക്കെ എന്താണ് പിന്നെ പറഞ്ഞു വന്നാൽ ഒരുപാട് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് CPM മുന്നോട്ട് വെച്ച മുദ്രാവാക്യ. കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി. എങ്ങനെയാ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? ഇവിടെ ഹിന്ദുക്കളല്ലാത്ത ന്യൂനപക്ഷങ്ങളാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി ഭരണം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ എത്രയും കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ എത്ര വേണമെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പച്ച ബ്ലൗസ്, പച്ച ബോർഡ്, എന്താണ് പച്ച പെയിന്റ്. സത്യത്തിൽ നമുക്ക് ഒരു ലോക പാറ്റേണിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പച്ച ബോർഡൊക്കെ വന്ന സമയത്ത് അതിന് വർഗീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതിന്റെ അനുഭവം CPM-നുണ്ട്. ഇങ്ങനെ എത്രയെങ്കിലും അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി ഭരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ വേറെ മലയാളം എന്താണ്? ഇതുപോലെ തുടങ്ങിയാൽ തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്ത് വർഗീയമായ പ്രചരണവും നടത്തുന്നതിന് ഒരു മനസാക്ഷിക്കുത്തും ഒരു കാലത്തും കാണിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് അതിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അസ്കറെ പോലുള്ള ആളുകൾ വന്നിട്ട് പറയാണ് 2 വോട്ട് പോട്ടെന്ന്, ഞങ്ങൾ 2 വോട്ടിന് വേണ്ടി ഇത്തരത്തിലൊരു കാര്യവും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെതിരായ ഒരു നടപടി സ്വീകരിച്ച് അയാളെ ഒന്ന് തൽക്കാലത്തേക്കാണെങ്കിലും, അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ ചെയ്യാറ്, തൽക്കാലത്തേക്കാണെങ്കിലും ഒന്ന് പുറത്തു നിർത്തി ഇത് അങ്ങേയറ്റം മോശമായ ഏർപ്പാടായി പോയി, ഞങ്ങൾ ഈ കാര്യം അത്രയും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ആ റിബേഷ് രാമകൃഷ്ണൻ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയാണ്. അയാൾക്ക് വേണ്ടി DYFIയുടെ ജില്ലാ സെക്രട്ടറി വന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കാം. ആർക്കെതിരായിട്ടാണ് നിയമ നടപടി? എന്തിനെതിരായിട്ടാണ് നടപടി സ്വീകരിക്കേണ്ടത്? റിബേഷ് രാമകൃഷ്ണനെതിരായിട്ടല്ലേ? ഈ സംഭവം ഇതൊക്കെ ചെയ്തിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസും ഭരണകൂടവും നടപടി സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കുന്നില്ല. ഒന്നും അറിയാത്ത ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്റെ പേരിൽ ഈ സാധനം അയാളുടെ ഇതിനകത്ത് വളരെ ഫേക്കായിട്ട് നിർമ്മിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് അയാളുടെ പേരിൽ കേസെടുക്കുകയാണ്. അയാളുടെ പേര് കേസെടുക്കുന്ന പോലീസ് ഇതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് എന്താണ് അസ്കർ ഇപ്പം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, മെറ്റയുടെ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, അതിൻ്റെ അന്വേഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോടാണ് വക്കീൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു സൈബർ കുറ്റം എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്നത്? ഒരു സൈബർ കുറ്റം അന്വേഷിക്കുന്നതിന് പോലീസിന് മിനിമം സമയം മതി. മറ്റൊരു കേസ് പോലല്ല. ആകെ കൂടി ഇതിന്റെ അഡ്മിൻ ഇങ്ങനെ പിറകോട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനം, അതുപോലെ മറ്റ് AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനൊന്നും കേരളത്തിലെ സൈബർ പോലീസിന് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഇല്ല. അങ്ങനെ വെച്ചിട്ട് എന്നിട്ട് പറയാണ് ഇപ്പൊ കേസ് ചാർജ് ചെയ്യും, മെറ്റയുടെ പെർമിഷൻ വേണമായിരിക്കും, അത് വേറെ നടക്കട്ടെ. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസത്തിലധികം, 4 മാസത്തിലധികമായിട്ട് ഇത് ഏപ്രിൽ 25-ാം തീയതിയാണ് സംഭവം. ഏപ്രിൽ 25 ശേഷം മാസം എത്രയായി? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസത്തിലെത്തി നമ്മൾ. ഈ കാലത്തിനിടയിൽ പോലീസിന് ഇത് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണോ? തിരുവനന്തപുരത്ത് ഒരു KSRTC ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡ് എവിടെ പോയി ആർക്കെങ്കിലും അറിയാവോ? പോലീസ് ആകാശം ഞാൻ എത്താം ശ്രീ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തൊരു വർഗീയതയാണോ എന്ന് സാരോപദേശത്തോടെ അത് ഷെയർ ചെയ്ത് KK ശൈലജ തള്ളിപ്പറയും, നല്ല കാര്യം. എന്നാൽ അതേ ഇലക്ഷൻ ദിവസം ഇതേ KK ശൈലജ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കാഫ് എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ ഷാഫി പറമ്പിൽ MLA ഇത്തരത്തിൽ കിട്ടുന്ന വോട്ട് എനിക്ക് വേണ്ട എന്ന അന്ന് രാവിലെ ഷാഫി പറമ്പിൽ പറഞ്ഞതിന് മറുപടിയായി കാഫറിന് വോട്ട് ചെയ്യരുത് എന്നടക്കം എഴുതി പ്രചരിപ്പിച്ചു എന്ന് സ്ഥാനാർത്ഥി KK ശൈലജ ആ ദിവസം പറഞ്ഞതാണ് മാധ്യമങ്ങളോട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ KK ശൈലജ തള്ളിപ്പറയുന്ന KK ലതികയെ തള്ളിപ്പറയുന്ന ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞതിന് ആ വാക്ക് ആത്മവിമർശനത്തോടെ പറഞ്ഞു തെറ്റായിപ്പോയി എന്ന് പറയേണ്ടതല്ലേ? ഞാൻ